നരകത്തീന്നെ ഏറ്റി പാർപ്പിക്കുക നീൻ ഹിതമൊത്താദിക്കൽ പറയുമോ മഹാരാജ സ്തുതി ചെയ്യുന്നേ അനുതാപകാരും നിൻവാതിൽ തുറന്നിടുന്നു എല്ലാ നന്മയുമേകും നിൻ നന്ദനിയാവാനിൽ നിൻ നൽവരമേകി പാപം ചെയ്തോരോടാർദ്രതയുള്ളോനെ കാരുണ്യം ചെയ്ന്യായ തീർപ്പിൻ നാൾ സ്വർഗസ്തന്താ പ്രാർത്ഥിക്കും നാടിയാർ കൈക്കോണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക കൈക്കോണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക കുറിയലായിസോൻ 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 ബാർക്കുമോർ അത്യുന്നതന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ നികർത്താവിനോട് എന്റെ ശരണവും എന്റെ സംഘവും ആശ്രയിക്കുന്ന ദൈവവും നീയാതോന്നുക. എന്തെന്നാൽ അവൻ വ്യർത്ഥത്തിന്റെ കടിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്റെ ദൗലൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിരട്ടകളിൽ നീ മറക്കപ്പെടും. അവൻ സത്യമായതുമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പാൽ പിറക്കുന്ന ആശ്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചത്തിൽ പോകുന്ന കാറ്റിൽ നിന്നും നീ ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് നിന്ന് 1000 നിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് 10,000 വീഴും. അവർ നിഗ്രഹിക്ക് എടുക്കുകയില്ല. എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള പ്രതികാരത്തെ നീ കാണും. ഇതെന്നായുരങ്ങളിൽ വാസനമാക്കിയ എന്റെ ശുദ്ധമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിനെ സമീപിക്കുകയുമില്ല. ഇതെന്നാൽ നിന്റെ സകല വഴികൾ നിന്നെ കാക്കേണ്ടതിനായിട്ട് നിന്റെ മാലാകമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ചയുണ്ടായിരിക്കാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവരുടെ കൂടെ ഇരിക്കും. അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷയെ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ അണുകളായി ഉയർത്തും. എന്റെ സഹായകൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലതുകൈകൊണ്ട് നിനക്ക് നെല്ലിടും. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കില്ല. ദോഷങ്ങൾ നിന്നെ കാത്തോളും. കർത്താവിന്റെ ആത്മാവിനെ കാത്തോളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും കാത്തോളും. ദൈവമേ യോഗ്യമാകുന്നു. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചെറുകൻ കീഴെ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ, നിരപ്പം നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് നീ തരണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ ശ്രീബാദുഷ്ടിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും ഉണ്ടാക്കണമേ. പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണം. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു.
കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ വരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷപ്പെടണമേ. ഇതിലൂടെ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ കാലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റോഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ കട്ടതനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള കർവായാലും കാതോലികവും സ്ലൈകവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചു പോയവരുടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ പാർക്കുമോ മുൻകാലോ കുറിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സോൻ. നിന്നാൾ സ്തുതിയുടെ രാജമകൾ ഹാലേലൂയാവോ ഹാലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയോ ബോല ബോല ബ്രോവൽ റൂഹോ കാദീശോ ഭക്തർ പുകഴ്ച ഭാജനമേ ഞങ്ങൾ അറിവാത്ത പക്കലപേക്ഷയാണ് മറിയാമിൻ ഓർമ്മ വാഴ്വായി തീരണമേ. അവൾ തൻ യാചനകൾ കോട്ടിയതാകട്ടെ പാർക്കുന്നു. ദൈവസുതൻ ജനനീ കന്യക മറിയാമേ, ഓയാൻ മുഴുവനിലും പരിമളമേകുന്നു. തേടരുതേ മാതാവേ ഞങ്ങളിലാഗ്രത തോന്നിട ഏകാത്മജനോട്
പന പോലെ തളിർത്തിടുമേ. ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് പുഷ്ടി, പുഷ്ടികളും പാലിക്കുമോ. മിന്നോലം വാദാവല്ലോലം വൽമീനാമി. ഒരു പോലിങ്ങും മോറാദായി സ്ലീഹ. മേലും നിന്നോർമ്മ ഉദകണമേലും പ്രാർത്ഥനമേ. ഓർമ്മയെ ബഹുമാനേ ചോക്കായി സ്തവമിൻ കാലം ഉരിയിലായി. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. മിശിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദേ. വാളാച്ചിറകുകൾ പോലുന്നത പദമേ. മുറിയോരാകെ മേലുവാരെ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കത്താവോളം അണികളെയും തൻ കോപത്തിൻ വടികളെയും കാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും. ഹാലേ ലോയൗ ഹാലേ ലോയ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ. സാക്ഷിയെയും പാർക്കുമോ. നിൻമൂലം മാതാവിൽ മൂലം ഉൽമീനാമി. ശുചിയോട് ശോദ്യാബേസ്കുദിശാസ് സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുധ്യാന ദ്വാരങ്ങൾ. മാനവരൊത്തു വസിക്കേണം. സ്തോമൻ കാലുസ്പുരിയായിസോ. പരനിൽ ഭക്തിയാമാത്മഹായിൽ പരിചരിച്ചെന്നാചാര്യന്മാരെ പരമാനന്ദലോകത്തിൽ പരിചോടിരെ ചേർക്കട്ടെ. പാർക്കുമോ. പറന്നീടല്ലേ സോനുനാഥ. ശിഷ്ടോഷകര വൈദികരെ ഉയർപ്പി വലിയൊരു നാളിങ്കൽ. അവക്കേളമേ മുഖകാത്തി. മുറിയോരാകെ മേലെ മുടികൾ മുടഞ്ഞവയിടതിങ്ങി ബലിപീഠത്തിലെ പൂണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ. ആചാര്യൻ കലചൂടിയിടും. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഭക്തസംഘടനയുടെ വാർഷികം ആരംഭിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും.
ഭക്തസംഘടനകളുടെ വാർഷികം ആരംഭിക്കുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിക്കുവാനായി പ്രിയപ്പെട്ട ഐബ മെറിൻ ജെയ്മോനെ ക്ഷണിക്കുന്നു. ആശാദീപം കാണുന്നു ഞാൻ, നാഥാ നിന്നെ തേടുന്നു ഞാൻ. കണ്ണീർ കണങ്ങൾ കൈക്കൊള്ളണേ നീ, കരുണാർദ്രനേശുദേവാ. ആശാദീപം കാണുന്നു ഞാൻ, നാഥാ കൈക്കൊള്ളണേ നീ, കരുണാർദ്രനേശുദേവാ. ആശാദീപം കാണുന്നു ഞാൻ, നാഥാ നിന്നെ തേടുന്നു ഞാൻ. പാരിൻ്റെ നാഥാ പാപങ്ങളെല്ലാം നീ വീണ്ടെടുക്കുന്നു ക്രൂശിൽ. നേരിൻ്റെ പാത നീയാണു നിത്യം, നീ ചൊന്ന വാക്കുകൾ സത്യം. ശാലോമിലെ പൂവ് പോലെ, ജീവന്റെ വാടാത്ത പുഷ്പം, പ്രിയമാം മനസ്സിൽ കണി കാണുകയായി. ആശാദീപം കാണുന്നു ഞാൻ, നാഥാ നിന്നെ തേടുന്നു ഞാൻ. ആമുഖ സന്ദേശം നൽകുവാനായി നമ്മളുടെ ആദരണീയനായ വികാരി റവറൻഡ് ഫാദർ ടിച്ചു വർഗീസ് വെള്ളാപ്പള്ളിനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ കോർബിസ്കോപ്പാച്ചന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഭക്ത സംഘടനയുടെ പ്രതിനിധികളെ, പ്രവർത്തകരെ, ശേഷം വിശ്വാസികളുടെ സമൂഹമേ, ഒരു അറിയിപ്പ് ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ പടിഞ്ഞാറ് വശത്തെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ മാറ്റണം. അവിടെ കരിമരുന്ന് പ്രയോഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പടിഞ്ഞാറ് വശത്തെ ആ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം എടുത്തു മാറ്റണമേ എന്ന് സ്നേഹബുദ്ധിയ അറിയിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടുകൂടി നമ്മുടെ ഭക്തസംഘടനയുടെ വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ഒരു വത്തിക്കാനിൽ ഒരിക്കലൊരു പത്ര റിപ്പോർട്ട് വന്നു. മാർപ്പാപ്പയ്ക്ക് പല്ലക്ക് ചുമക്കാൻ യുവാക്കന്മാരെ ആവശ്യമുണ്ടെന്ന വാർത്ത. ഇതറിഞ്ഞ് ജോലിയൊന്നും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അവരുടെ വികാരിയായിരിക്കുന്ന ഫാദർ വിൻസെന്റ് പള്ളോട്ടി എന്ന് പറയുന്ന അച്ഛൻ്റെ ഇരിക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു റെക്കമെൻഡേഷൻ ലെറ്റർ തരണം, ഞാൻ ഈ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഇവനെ അഴിമുടി നോക്കി, ഇവനെക്കുറിച്ച് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് അച്ഛന് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഇവന് കൊടുത്തു. ഇതുമായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി വത്തിക്കാനിൽ ചെന്നു. പക്ഷെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു, പരമദയനീയമായിട്ട് പരാജയപ്പെട്ട് തിരിച്ച് ഈ യുവാവ് മടങ്ങി വന്ന് വികാരി അച്ഛൻ്റെ ഇരിക്കുന്ന വിൻസെന്റ് പള്ളോട്ടി അച്ഛൻ്റെ ഇരിക്കൽ വന്നു. അച്ഛൻ്റെ ഇരിക്കുന്ന സങ്കടപ്പെട്ട് കരയുകയാണ്. ഒന്നിനും കൊള്ളത്തില്ലല്ലോ അച്ഛാ, ഈ ഒരു ജോലിക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയല്ലേ, എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. എനിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒന്നിനും കഴിവുകെട്ടവനായി പോയല്ലോ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ ഇരുന്ന് കരഞ്ഞു. പെട്ടെന്ന് ഈ വികാരി അച്ഛൻ വിൻസെന്റ് അച്ഛൻ ഇവനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ പല്ലക്ക് ചുമക്കാൻ ആഗ്രഹിക്കുക? നീ ഒരു വൈദികനായിക്കൂടെ, നിനക്ക് ക്രിസ്തുവിനെ ചുമക്കാൻ സാധിക്കുമല്ലോ. എന്തുകൊണ്ട് നീ ഒരു പല്ലക്ക് ചുമക്കാൻ ആഗ്രഹിക്കുന്നു? നീ ഒരു വൈദികനായിക്കൂടെ, നിനക്ക് ക്രിസ്തുവിനെ ചുമക്കാൻ സാധിക്കുകയല്ലോ. ഇതിവൻ്റെ ചങ്കിലേക്ക് വല്ലാത്തൊരു ഉൾവിളിയാണ് കൊടുക്കുക.
ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിവൻ്റെ ജീവിതത്തെ തന്നെ അടിമുടി ക്രമീകരിക്കാൻ തുടങ്ങി. പിന്നീട് സംഭവിച്ചത്, സെമിനാരി ചേർന്നു, ഒരു വൈദികനായിട്ട് തീർന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബൊളോഞ്ഞോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ബിഷപ്പായിട്ട് മാറി. പിന്നീട് 32 വർഷം, ഈ സംഭവത്തിന് ശേഷം 32 വർഷത്തിന് ശേഷം ഈ പയ്യൻ 9-ാം പിയൂസ് മാർപ്പാപ്പ എന്ന പേരിൽ അദ്ദേഹം മാർപ്പാപ്പയായി മാറി. മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുവാൻ ആഗ്രഹിച്ചവൻ മാർപ്പാപ്പയായിട്ട് മാറുന്ന ചരിത്രം, ഇത് നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്ന ഒരു ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികൾ വളരെ അഗ്രാഹ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ നിരാശയും ദുഃഖവും കടന്നു വന്നേക്കാം. എങ്കിലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ നമ്മൾ തകർന്നു പോയവരായിരിക്കാം, പക്ഷെങ്കിൽ അവിടുന്ന് പടുത്തുയർത്തുവാൻ കരുത്തനായിരിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിശ്ചയമായിട്ടും ഇന്ന് ഭക്തസംഘടനയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുണ്ട്, യൂത്തിലെ കുഞ്ഞുങ്ങളോടൊക്കെ എനിക്ക് പറയുവാൻ ഇത്രയും ഉള്ളൂ. ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിക്കുക. നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ പരിമിതി മുതൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട വൈദിക ശ്രേഷ്ഠരെല്ലാവരും ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, ഈ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകേണ്ടത് വന്നിയ മൂലയിൽ കോർബിസ്കോപ്പ അച്ഛനാണല്ലോ, കുര്യാക്കോസ് കോർബിസ്കോപ്പ അച്ഛനാണ്. അച്ഛൻ്റെ പ്രധാന സന്ദേശത്തിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് സന്തോഷം. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ തന്നെ ഇപ്പോഴത്തെ മുഖ്യ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ബഹുമാന്യനായ ഫിലിപ്പോസ് കോർബിസ്കോപ്പ, ബഹുമാന്യനായ വികാരിയച്ചൻ, ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, നമ്മുടെ കല്ലിട്ട പെരുന്നാൾ. അത് നമ്മൾ മൊറാദായി ശ്ലീഹായുടെ നാമത്തിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ പെരുന്നാൾ ആചരണത്തിന് ഈ വർഷം സവിശേഷമായ മറ്റൊരു പ്രാധാന്യം കൂടെയുണ്ട്. നമ്മുടെ ഈ ദേവാലയം സ്ഥാപിതമായിട്ട് 149 വർഷം പൂർത്തീകരിച്ച് 150-ാം വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ പൂർവികന്മാർ ഈ ദേവാലയം സ്ഥാപിച്ചത് മായിൽത്തോ പെരുന്നാളിലാണ്. അത് ഇപ്പോൾ നാം ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. വലിയ ഒരു സന്ദേശം, ആത്മീകമായ സന്ദേശം നൽകുന്ന ദിവസമാണ് മായിൽത്തോ. എന്നാൽ പിന്നീട് കല്ലിട്ട ദിവസം എന്നുള്ള പ്രാധാന്യം കലണ്ടറിനുണ്ടായ ഭേദഗതിയിൽ പിന്നീടത് 4-ാം തീയതിയിലേക്ക്, ഫെബ്രുവരി 4-ാം തീയതിയിലേക്ക് മാറി കലണ്ടർ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്നതാണ്. നാം ആ കല്ലിട്ട ദിവസത്തിൻ്റെ പ്രാധാന്യം ആ ദിവസം തന്നെ അനുസ്മരിക്കുന്നത് കൊണ്ടാണ് മായിൽത്തോയ്ക്ക് പെരുന്നാൾ വരാതെ ഈ 2 ദിവസം കൂടെ മുന്നോട്ട് മാറി നമ്മുടെ പെരുന്നാൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ നാം അനുസ്മരിക്കേണ്ട അനേകം വ്യക്തികളുണ്ട്, അനേകം പിതാക്കന്മാരുണ്ട്. അവരെല്ലാവരും തന്നെ വളരെ ചുരുക്കം, അടുത്ത കാലത്ത് ജീവിച്ചിരുന്നവരൊഴിച്ചുള്ളവരൊക്കെ തന്നെ കാലയവനികൾക്കുള്ളിൽ കടന്നുപോയി. നാം ബോധപൂർവം അനുസ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുസ്മരിപ്പിക്കുമ്പോൾ മാത്രമാണ്
നാം അവരെ ഓർക്കുന്നത്. അങ്ങനെ ഓർപ്പിച്ചാൽ പോലും ഓർക്കാൻ സാധിക്കാത്ത വണ്ണം വിസ്മൃതിയിൽ തന്നെ ആണ്ടുപോയിട്ടുള്ള എത്രയോ പിതാക്കന്മാരുടെ അധ്വാനത്തിലാണ് നാം ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ഓർത്തിരിക്കണം. നാം വലിയവനായിരിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നത് പോലെ ഐ ഫീൽ ടോളർ ബിക്കോസ് ഐ ആം സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് മൈ പ്രഡിസിസേഴ്സ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കല്പം പൊക്കം കൂടുതൽ തോന്നുന്നത് എനിക്ക് മുമ്പ് അധ്വാനിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എൻ്റെ പൂർവികന്മാരുടെ തോളിൽ ചവിട്ടി ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് അല്പം ഉയരം കൂടുതൽ തോന്നുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. നാം ഇങ്ങനെ ആയിരിക്കുന്നത് നമ്മളുടെ പിതാക്കന്മാരുടെ അധ്വാനമാണ്. നാം ഇന്ന് ജീവിക്കുന്ന പശ്ചാത്തലത്തിലല്ല എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത്. കഠിനാധ്വാനം കൊണ്ടും വിപരീതമായ അനുഭവങ്ങൾ കൊണ്ടുമെല്ലാം അവരെല്ലാം എത്രമാത്രം ക്ലേശിച്ചവരാണ് എന്നുള്ളത് നാം ഓർക്കണം. ഈ തലമുറ വന്നപ്പോഴേക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗം, അങ്ങനെ പല പല ഘടകങ്ങൾ കൊണ്ട് നമുക്ക് അവരുടെ അധ്വാനങ്ങൾക്കപ്പുറമായ ജീവിത സൗകര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായി സാധിക്കുന്നു. ഇതെല്ലാം സാധിച്ചത് അവരുടെ അധ്വാനം കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് പ്രാഥമികമായി നാം ജൂബിലിയിലേക്ക് കടക്കുമ്പോൾ ഓർക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം കൂടുതലായി പറയുവാനായി ആഗ്രഹിക്കുന്നില്ല. യാദൃച്ഛികമായിട്ടാണ് എങ്കിലും നമ്മുടെ പെരുന്നാൾ മായൽത്തോ പെരുന്നാളിലേക്ക് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദേവാലയ പ്രവേശനമാണ്. ദേവാലയത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചതായ ആ സന്ദർഭം, അവിടെ നടന്ന വലിയ വ്യത്യാസങ്ങളെക്കുറിച്ച്, മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആ ദേവാലയത്തിൽ കർത്താവിനെ സമർപ്പിക്കുമ്പോൾ അവിടെ വളരെ വൃദ്ധനായ ഒരു മനുഷ്യൻ കർത്താവിന് സാക്ഷ്യം നൽകുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സുറിയാനി സഭ വിളിക്കുന്നത് ശമൂൻ സോബോ എന്ന് പറഞ്ഞാൽ വൃദ്ധനായ ശീമോൻ. അദ്ദേഹം ഏശയ്യാപ്രവചനം പകർത്തി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്നുള്ള പ്രവചനവാക്യം പരിഭാഷപ്പെടുത്താൻ, പകർത്തി എഴുതുവാൻ അദ്ദേഹം പരിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി. ഇതെങ്ങനെ സാധിക്കും? വല്ല തെറ്റും പറ്റിയതാകാമോ? കന്യകയ്ക്ക് എങ്ങനെ ഗർഭം ധരിക്കാനായിട്ട് സാധിക്കും എന്ന് അദ്ദേഹം സംശയിച്ചു എന്നാണ് നമ്മുടെ പൂർവിക പാരമ്പര്യം. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിനൊരു ശിക്ഷയോ വരമോ കൊടുത്തു. കന്യകയിൽ നിന്ന് ജനിച്ച ആ ശിശുവിനെ നിൻ്റെ കയ്യിലെടുത്ത് ഈ സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നീ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയുള്ളൂ എന്നുള്ളതായ ആ ദൈവികമായ വെളിപ്പെടുത്തലനുസരിച്ചാണ് അദ്ദേഹം സുദീർഘകാലം ദേവാലയത്തിൽ ജീവിക്കുകയും കർത്താവിനെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൈകളിലെടുത്ത് ആ ദൈവിക വെളിപ്പെടുത്തൽ ജീവിതത്തിൽ അനുഭവവേദ്യമാകുകയും ചെയ്തതിന് ശേഷമാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദേവാലയം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് തിരിച്ചറിയുവാനും നമ്മുടെ ബുദ്ധിക്കപ്പുറമായി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളെ മനസ്സിലാക്കുവാനുമുള്ള സ്ഥലമാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ക്രിസ്തീയ രഹസ്യങ്ങളെ സംബന്ധിച്ച്, ദൈവശാസ്ത്രം സംബന്ധിച്ച് ഒക്കെ പല സംശയങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. സെമിനാരിയിൽ പഠിക്കുന്ന പിള്ളേരായാലും അതിനുശേഷം പഠിച്ചു കഴിഞ്ഞ കൊച്ചച്ചന്മാരായാലും ആരായാലും ഞാൻ അവരോടെല്ലാം
ആദ്യം വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവ രഹസ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദൈവമായിരിക്കണം. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ബോധ്യം, നമ്മളെല്ലാം അറിഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വിശ്വസിക്കുക എന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിലുള്ള പരിപൂർണമായ ആ ആശ്രയത്തിലൂടെ വിശ്വാസത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ലോകത്തോടത് പറഞ്ഞാൽ ഉൾക്കൊള്ളുക പലർക്കും പ്രയാസമാണ്. കാരണം എങ്ങനെ ഞാൻ ബോധ്യപ്പെടാതെ വിശ്വസിക്കും എന്നുള്ളതാണ്. ഇത് മുമ്പ് ഞാൻ പറഞ്ഞ ശമൂൻ സോബോയുടെ പിൻഗാമികളാണ്. എങ്ങനെ ഇത് സംഭവിക്കുമെന്നുള്ളത് എൻ്റെ മനസ്സിനും ചിന്തയ്ക്കും ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ ദൈവിക നടത്തിപ്പിനെ അതിൽ പരിപൂർണ ബോധ്യത്തോടെ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെയും ഞാൻ നമ്മുടെ പിതാക്കന്മാരുടെ ദൃഷ്ടാന്തം പറയുകയാണ്. നമ്മുടെ പിതാക്കന്മാർ വിശ്വസിച്ച് നമുക്ക് ഭരമേൽപ്പിച്ച് തന്നിട്ടുള്ള ഈ വിശ്വാസത്തിൻ്റെ ആ ആഴമേറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് ബോധ്യപ്പെട്ടിട്ടല്ല അവർ ഈ വിശ്വാസ ജീവിതം നടത്തിയത്. നമുക്കറിയാം, അവരിത് അവരുടെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ യാഥാർത്ഥ്യം, ആ ബോധ്യം, അത് അവരുടെ വിശ്വാസമായിട്ട് തീരുകയും അത് അണുവിട വ്യത്യാസം കൂടാതെ അത് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളിൽ പലരുടെയും അധ്യാപകനും മൽപ്പാനുമായിരുന്ന പറയകുളത്ത് യാക്കോബ് മാർ തീമോത്തിയോസ് തിരുമേനിയെ ഞാൻ മിക്കപ്പോഴും മനസ്സിൽ ഓർത്ത് ആരാധിക്കാറുണ്ട്. കാരണം അദ്ദേഹം വലിയ ആധുനിക രീതിയിലുള്ള വൈജ്ഞാനിക ഔന്നത്യങ്ങളിൽ കയറിയ ഒരു വ്യക്തിയൊന്നുമായിരുന്നില്ല. ചില ആളുകളൊക്കെ അദ്ദേഹത്തെ മറ്റ് പണ്ഡിതന്മാരായ ചില ആളുകളൊക്കെ അദ്ദേഹത്തെ അല്പം ഇകഴ്ത്തി കുറച്ച് സുറിയാനി അറിയാമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് എൻ്റെ ചെവി കൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെപ്പോലെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിരുന്നവരെ ആത്മീകമായി സ്വാധീനിക്കുവാൻ ഈ വലിയ പല പണ്ഡിതന്മാർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയ ഈ എളിയവനായ തിരുമേനിക്ക് സാധിക്കുമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഞാനീ പറയുന്നത് നേരിട്ട് അനുഭവമുള്ള ആളുകൾ അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കെല്ലാവർക്കും ആ തിരുമേനിയെ അടുത്തറിവുള്ളതാണ്. അദ്ദേഹത്തിന് ധാർഷ്ട്യമില്ല, ദേഷ്യമില്ല. എത്രയോ എളിമയോടുകൂടിയാണ് അദ്ദേഹം ആരാധനയും ആത്മീക സമീപനവും നടത്തിയിരുന്നത് എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ പോലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള 100 കണക്കിന് വൈദികരിൽ കഴിവ് കൊള്ളവരായാലും കഴിവ് കുറഞ്ഞവരായാലും ആരോടും ദേഷ്യപ്പെടാതെ ആ സ്നേഹത്തോടെ അവരെ എല്ലാവരെയും കൊണ്ടു നടന്ന ഞങ്ങളുടെ ആ വലിയ മൽപ്പാൻ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു മാതൃക കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബോധ്യമാണ്. പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആ മാഹാത്മ്യം അത് ഉൾക്കൊണ്ട് ആ പിതാക്കന്മാരുടെ വഴിയിൽ നടക്കുവാനുള്ള ആ വലിയ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള സന്നദ്ധത നമ്മളുണ്ടാകണം. എല്ലാം പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് അതിനെയെല്ലാം മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കാനായിട്ട് നാം കാത്തിരുന്നാൽ പലപ്പോഴും ഉണ്ടാകാൻ പോകുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അനേകം ഉദാഹരണങ്ങൾ സഭാചരിത്രത്തിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഒരു ദൃഷ്ടാന്തം മാത്രം പറയാം. സൺഡേ സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കുമ്പോൾ ഈ നെസ്തോറിൻ്റെ വേദവിപരീതത്തെക്കുറിച്ച് പറയാറുണ്ട്. നെസ്തോർ വലിയൊരു പണ്ഡിതനായിരുന്നു, നിസാരനൊന്നും ആയിരുന്നില്ല, മഹാപണ്ഡിതനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചെറിയ സംശയം, എങ്ങനെ ദൈവത്തിന് മറിയാമിൻ്റെ ഉദരത്തിൽ വന്ന് ഒരു ശിശുവായിട്ട് പാർക്കാനായിട്ട് സാധിക്കും? എങ്ങനെ ദൈവത്തിന്
കുരിശിൽ മരിക്കാൻ സാധിക്കും. ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? മരിച്ചാൽ ദൈവം അല്ലാതായിത്തീരും. അദ്ദേഹത്തിന് അങ്ങ് വലിയ ആധിയായി. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന് അദ്ദേഹത്തിൻ്റെ ഈ സംശയത്തിന് തേരത്തക്കവണ്ണമുള്ള വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി. യേശു ജനിച്ചപ്പോൾ മനുഷ്യനായിരുന്നു, ദൈവത്വം പിന്നീട് അദ്ദേഹത്തിൽ വന്ന് ചേർന്നു. കുരിശിൽ മരിച്ചപ്പോൾ ദൈവത്വം മാറി നിന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുമായിട്ട് അദ്ദേഹം വഴിതെറ്റിപ്പോകുന്നത് നാം സൺഡേ സ്കൂൾ പഠനങ്ങളിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഇതാണ് ബുദ്ധിയിൽ ആശ്രയിച്ച് നാം വിശ്വാസത്തെ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പം. വിശ്വാസം ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസം നമ്മുടെ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് നോമ്പെന്ന് പറയുന്നത് എത്രയോ വലിയൊരു ആഘോഷമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. നോമ്പ് ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ വീട് മുഴുവൻ ഒരുങ്ങാനായിട്ട് തുടങ്ങും. ഇന്ന് നോമ്പില്ല, നോമ്പ് വീടൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ആത്മീകത നമുക്ക് നഷ്ടപ്പെടുക. നമ്മൾ കണ്ട ഈ മറ്റ് വിഭാഗങ്ങളിലൊക്കെ കാണിക്കുന്ന ആത്മീക വികലതകളിലേക്ക് ഓടിപ്പോവുക. ഒച്ചപ്പാടാണ് ആത്മീകത എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ബഹളം വെക്കുന്നതാണ് ആത്മീകതയെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നോമ്പ് അതിൻ്റെ വിശുദ്ധിയോടെ സമർപ്പണത്തോടെ പിതാക്കന്മാരുടെ പാതയിൽ അനുഷ്ഠിക്കുമ്പോഴാണ് ആത്മീകതയിലൂടെ ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അതൊക്കെ നമ്മൾ മറന്നിട്ട് പെന്തിക്കോസുകാരുടെയും കരിസ്മാറ്റിക്കുകാരുടെയും ഒക്കെ ശൈലികളൊക്കെ കടമെടുത്ത് തുള്ളലും ബഹളവും തള്ളിയിടിയിലും എഴുന്നേപ്പീരും ഒക്കെ ആയിട്ട് ആത്മീകത ആഘോഷിക്കാൻ പോകുമ്പോൾ നമ്മുടെ പൈതൃക പാരമ്പര്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി നമ്മുടെ പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ നമുക്ക് സാധിക്കണം. പെരുന്നാൾ ആചരണമെന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ വലിയ ദിവസത്തെ അനുസ്മരിക്കുവാനായിട്ടുള്ളതാണ്. സൺഡേ സ്കൂളും നമ്മുടെ ആത്മീക സംഘടനകളും ഒക്കെ ഈ വലിയ തത്വത്തെ നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനും ഈ തത്വവും വിശ്വാസ അടിസ്ഥാനങ്ങളും നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ ആത്മീക സംഘടനകൾ പ്രയോജനമില്ലാത്തതായിട്ട് തീരും. ഭാഗ്യവശാൽ നമ്മുടെ ഇടവക അക്കാര്യത്തിൽ സമ്പന്നമാണ് എന്ന് ഞാൻ അറിഞ്ഞ് ബോധ്യപ്പെട്ട് സന്തോഷിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ വിശ്വാസ വ്യതിചലനത്തിൻ്റെ ഒരു കാര്യവും ആരും തന്നെ ആലോചിക്കാറില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ ഇടവകയുടെ ഐക്യവും സാക്ഷ്യവും മലങ്കര സഭ മുഴുവൻ പ്രസിദ്ധമാണ്. ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും സ്ഥായിയായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാൻ നമ്മുടെ ആത്മീക സംഘടനകളെല്ലാം നല്ല സാക്ഷ്യം നൽകുന്ന രീതിയിലാകുവാൻ സൺഡേ സ്കൂളും VBS ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നു. അതിൻ്റെ പ്രധാന അധ്യാപകരെ എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം ഓർക്കുകയാണ്. അതുപോലെ തന്നെ മർത്തമറിയ സമാജം, ഇവിടെ നമ്മുടെ ആത്മീക സംഘടനകൾ, യൂത്ത് അസോസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. നമ്മുടെ ഇടവക അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായി ഈ പ്രദേശത്തിൻ്റെ വലിയ പള്ളി എന്നുള്ളത് പഴമ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഐക്യം കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസത്തിൻ്റെ സാക്ഷ്യം കൊണ്ടും ഇനിയും അനേക ശതം വർഷങ്ങൾ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. ഇന്ന് ഈ പെരുന്നാളിനോടനുബന്ധമായി നിങ്ങളോടൊത്ത് ഈ ആത്മീക ശുശ്രൂഷ പങ്കിടുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പെരുന്നാളാചരണങ്ങളും തുടർന്നു വരുന്ന ജൂബിലി ആഘോഷങ്ങളുമെല്ലാം നമ്മുടെ ഇടവകയുടെയും ദേശത്തിൻ്റെയും അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനവസരമുണ്ടാക്കിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുമുള്ള എൻ്റെ സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുഖ്യപ്രഭാഷണത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ച മൽഫൂനോദ മർദൂത്തോ രവതൻ ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ കോർബസ്കോപ്പാച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട കൃപ കൊച്ചുമോൻ ഒരു ഗാനം ആലപിക്കും.
നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയെ മധുരമായി തീർത്തവൻ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയെ മധുരമായി തീർത്തവൻ. മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? താങ്ക് യു കൃപ. അടുത്തതായി റിപ്പോർട്ട് വായനകളാണ്. ആദ്യമായി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററെ റിപ്പോർട്ട് വായനയ്ക്കായി ക്ഷണിക്കുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ മാതാപിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കർത്തൃനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. നാളിതുവരെ
എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും സർവശക്തനായ ദൈവം നൽകിയ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ 97ാമത് വാർഷിക റിപ്പോർട്ട് ഇടവകാങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കട്ടെ. റിപ്പോർട്ട് വർഷത്തിൽ ക്ലാസ്സുകൾ 2015 ജനുവരി 4-ാം തീയതി ആരംഭിച്ചു. 15 അധ്യാപകരും 151 കുട്ടികളും റിപ്പോർട്ട് വർഷത്തിലുണ്ടായിരുന്നു. 117 കുട്ടികൾ പരീക്ഷ എഴുതിയിൽ 116 പേർ വിജയിച്ചു. വന്യ കണിയാമ്പറമ്പിലച്ചൻ ആദരാഞ്ജലികൾ. മലങ്കര യാക്കോബായ സൂര്യൻ സഭയിലെ ഏക ആർച്ച് ഓർപ്പിസ്കോപ്പ വന്യ കണിയാമ്പറമ്പിൽ ഡോക്ടർ കുര്യൻ ആർച്ച് ഓർപ്പിസ്കോപ്പ അച്ഛൻ്റെ ദേഹവിയോഗം പരിചിത സഭയ്ക്കും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനും തീരാ നഷ്ടമാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ സാരഥി, സുറിയാനി വേദപുസ്തകത്തിൻ്റെ പരിഭാഷകൻ, ലോകം ആദരിക്കുന്ന സുറിയാനി പണ്ഡിതൻ, അനേകം സഭാഗ്രന്ഥങ്ങളുടെ രചയിതാവ്, സഭാചരിത്ര പണ്ഡിതൻ, യാക്കോബായ സഭയിലെ ഏക ആർച്ച് കോർപ്പിസ്കോപ്പ, മുൻ വൈദിക ട്രസ്റ്റി എന്നീ നിലകളിൽ പ്രശസ്തനായ മലങ്കര മൽപ്പാൻ ദസ്രോറോ കണിയാമ്പറമ്പിൽ ഡോക്ടർ കുര്യൻ ആർച്ച് കോർപ്പിസ്കോപ്പ സഭയ്ക്കും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള വിലമതിക്കാനാവാത്ത സേവനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. വന്യപിതാവിൻ്റെ വേർപാടിൽ 4 നാക്കൾ സെൻറ്റാതായി സൺഡേ സ്കൂളിൻ്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. വാർഷിക സമ്മേളനം. അധ്യാത്മിക സംഘങ്ങളുടെ വാർഷിക സമ്മേളനം 2015 ഫെബ്രുവരി 3-ാം തീയതി നടത്തി. വികാരി റവറൻ ഫാദർ ക്വിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. റവറൻ ഫാദർ പി ടി തോമസ് പള്ളിയമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഹെഡ് മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് വായിച്ച് സമർപ്പിച്ചു. കലാമത്സരങ്ങളിലും പരീക്ഷയിലും വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. സഹവികാരി റവറൻ ഫാദർ ചെറിയാൻ എബ്രഹാം, റവറൻ ഫാദർ ഫിലിപ്പോസ് കോട്ടപ്പുറം കോർപ്പിസ്കോപ്പ, റവറൻ ഫാദർ ഉലഹന്നാൻ പാറപ്പാട്ട്, റവറൻ ഫാദർ കുര്യാക്കോസ് കുറിച്ചിമല, റവറൻ ഫാദർ ലിബിൻ കുര്യാക്കോസ് കൊച്ചുറമ്പിൽ എന്നീ ശ്രേഷ്ഠ വൈദിക യോഗത്തിൽ സന്നിഹിതരായിരുന്നു. അധ്യാപക യോഗങ്ങൾ. സൺഡേ സ്കൂൾ സംബന്ധമായ എല്ലാ വിഷയങ്ങളും അധ്യാപകർ യോഗം ചേർന്ന് തീരുമാനിക്കുകയും പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി മാത്രം നടപ്പാക്കുകയും ചെയ്തു വരുന്നു. റിപ്പോർട്ട് വർഷത്തിൽ 11 അധ്യാപക യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. MJS ഭദ്രാസന ഡിസ്ട്രിക്ട് തലങ്ങളിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു വരുന്നു. പരിശുദ്ധ പാത്രികീസ് ബാവ തിരുമനസിൻ്റെ ശ്ലൈഹീയ സന്ദർശനം. ആഗമാന സുറിയാനി സഭയുടെ തലവനും പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹീയ സിംഹാസനത്തിൽ വാണരുളുന്ന 123ാമത്തെ പാത്രികീസുമായ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രയൻ ദിദിയൻ ബാവ തിരുമനസുകൊണ്ട് തൻ്റെ മലങ്കരയിലെ പ്രഥമ ശ്ലൈഹീയ സന്ദർശനത്തോടനുബന്ധിച്ച് 2015 ഫെബ്രുവരി മാസം 10-ാം തീയതി നമ്മുടെ ദേവാലയത്തിൽ എഴുന്നള്ളി. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ അതീവ ശ്രദ്ധയോടെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പിതാവിനെ വെള്ളവസ്ത്രധാരികളായ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും ചേർന്ന് തൃപ്പാദത്തിൽ പൂക്കൾ വർഷിച്ചുകൊണ്ട് ഇടവക അംഗങ്ങളോടൊപ്പം ഭക്തിയാദരവുകളോടെ സ്വീകരിക്കുകയും തൃക്കരങ്ങൾ മുത്തി അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. ഈ അസുലഭ സന്ദർഭം നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തുതികൾ അർപ്പിക്കുന്നു. സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും പേരിൽ പരിശുദ്ധ പിതാവിന് ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തൃപ്പാദങ്ങളിൽ വിനയപൂർവ്വം ഭക്തിയാദരവുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ പിതാവിനെ അഖില മലങ്കര തലത്തിൽ MJSS വകയായി ഫെബ്രുവരി 15-ാം തീയതി പുത്തൻകുരിശിൽ പാത്രികാസനത്തിൽ വെച്ച് നൽകിയ വൻപിച്ച സ്വീകരണ പരിപാടികളിൽ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ മുഴുവൻ പേരും പങ്കെടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധ പിതാവിൻ്റെ തൃക്കരങ്ങൾ മുത്തുവാൻ ലഭിച്ച അനുഗ്രഹീത അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വെക്കേഷൻ ബൈബിൾ സ്കൂൾ. പ്രഭാതബന്ധമായ വേദപുസ്തകപരമായ കുട്ടികൾക്ക് അറിവ് ലഭിക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന JSVBS ഈ വർഷവും നടത്തി. ഇലവഴിയാത്ത വൃക്ഷം എന്ന ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കി ഏപ്രിൽ 6-ാം തീയതി മുതൽ ഈ വർഷത്തെ VBSൽ 103 കുട്ടികളും 13 അധ്യാപകരും പങ്കെടുത്തിരുന്നു. എല്ലാ ദിവസവും കുട്ടികൾക്ക് ലഘുഭക്ഷണവും നൽകപ്പെട്ടു. അതിനാവശ്യമായ സഹായധനങ്ങൾ നൽകിയ ഇടഭാഗങ്ങൾ, യുവജന പ്രസ്ഥാനം, വനിതാ സമാജം എന്നിവരുടെ പ്രവർത്തകർ എന്നിവരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കട്ടെ. സമാപന ദിവസം കുട്ടികളുടെ റാലിക്ക് ശേഷം റവറൻ ഫാദർ ക്വിൻ മാത്യു അധ്യക്ഷതയിൽ നടത്തിയ സമ്മേളനം റവറൻ ഫാദർ ഫിലിപ്പോസ് കോർപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. വിവിധ ഗ്രൂപ്പുകളുടെ മത്സരങ്ങളും കലാപരിപാടികളും നടത്തപ്പെട്ടു. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. ലക്കി ടീച്ചർ ശ്രീമതി വിൻസി ജോർജ്, ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സാറാ തോമസ് എന്നിവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകപ്പെട്ടു. വിപുലമായ രീതിയിൽ സ്നേഹവിരുന്നും നടത്തി. ആയതിനെല്ലാം സഹായം നൽകിയ ഇടവകയിലെ എല്ലാ ആളുകളോടും നന്ദി അറിയിക്കുന്നു. മികവ് ട്രോഫി. സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി യുവജന പ്രവർത്തനമായിരുന്ന ജിബിൻ P. വർഗീസിൻ്റെ സ്മരണയ്ക്കായി യുവജന പ്രസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ട്രോഫി റിപ്പോർട്ട് വർഷത്തിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായ കുമാരി അനു സാറാ തോമസിന് നൽകി. പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാന പ്രവർത്തകർക്ക് എല്ലാവിധ സഹായങ്ങൾക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കട്ടെ. സോഫിയ 2015. 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ നടത്തുന്ന കരിയർ ഗൈഡൻസ് കോഴ്സ് ഏപ്രിൽ 29-ാം തീയതി രാവിലെ മുതൽ ഇവിടെ നടത്തി. വളരെ ഡിസ്ട്രിക്റ്റിലുള്ള 32 വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. വിജയകരമായി നടത്തപ്പെട്ട ഈ കോഴ്സ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തുവാൻ അനുവദിച്ച നമ്മുടെ വികാരിയും ഭദ്രാസന ഡയറക്ടറുമായ വന്യ കുര്യൻ മാത്യു വടകപ്പള്ളി അച്ഛനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
സ്കോളർഷിപ്പ് മെയ് 9 കോട്ടയം സെൻറ് ആൻഡ് GHSൽ വെച്ച് നടത്തിയ പെരുമ്പള്ളി ഗിയോറിസ് മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച LSS വിജയിച്ച ലിൻഡ എലിസബത്ത് ചാണ്ടി, അലീന കുര്യാക്കോസ്, USSനെ വിജയിച്ച അഷിനാദായ ഷിനു എന്നിവരെ പ്രത്യേകം അനുമോദിക്കുകയും അവരുടെ ഉന്നത വിജയങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യാത്രയയപ്പ് കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഇടവകയുടെ അനുഗ്രഹകരമായ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടി തുത്യർഹമായ സേവനമനുഷ്ഠിച്ച വികാരി റവറൻ ഫാദർ ക്വിൻ മാത്യു വടക്കപ്പറമ്പിൽ, സഹവികാരി റവറൻ ഫാദർ ചെറിയാൻ എബ്രഹാം മരിവട്ടി എന്നിവർക്ക് മെയ് 31 ഇടവക നൽകിയ സ്നേഹനിർഭരമായ യാത്രയപ്പ് സമ്മേളനത്തിൽ ഇവരുടെ വിലമതിക്കാനാവാത്ത സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സൺഡേ സ്കൂളിന് വേണ്ടി ഹെഡ് മാസ്റ്റർ അവർക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു. സ്വീകരണം നമ്മുടെ ഇടവകയുടെ പുതിയ വികാരിയായി നിർമ്മിതനായ റവറൻ ഫാദർ ടിജി വർഗീസ് വെള്ളാപ്പള്ളി അച്ഛൻ ജൂൺ 6 ഇവിടെ ചുമതലയേൽക്കുകയും 7 കുർബാനയ്ക്ക് ശേഷം സൺഡേ സ്കൂൾ ക്ലാസ്സിൽ സന്ദർശിക്കുകയും ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ച് സ്വാഗതം ചെയ്തു. പ്രഗത്ഭനും വിനയസമ്പന്നനുമായ ഈ ശ്രേഷ്ഠ വൈദികൻ്റെ സേവനം നമ്മുടെ ഇടവകയ്ക്ക് എന്നേക്കും അനുഗ്രഹകരമാണ്. സൺഡേ സ്കൂളിന് വേണ്ടി അദ്ദേഹത്തെ എല്ലാ ഭാവങ്ങളും നേരുകയും ആദരവുകൾ അറിയിക്കുകയും ചെയ്യുന്നു. MJSS കലോത്സവം ഓഗസ്റ്റ് 21 നടത്തിയ കലോത്സവ മത്സരങ്ങൾ വിജയികളായവർ സെപ്റ്റംബറിന് തോട്ടയ്ക്കാട് സെൻറ് നാത്യോസ് പള്ളി വെച്ച് നടത്തിയ ഡിസ്ട്രിക്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചതിനുള്ള പെരുമ്പള്ളി മാർ ഗ്രിഗോറിയോസ് സ്മാരക ട്രോഫി നേടുകയും ചെയ്തു. ഒക്ടോബർ 30 മണ്ടക്കാട് സെൻറ് മേരീസിൽ HSL വെച്ച് നടത്തിയ ഭദ്രാസനതല കലോത്സവത്തിൽ ജൂനിയർ വിഭാഗം പ്രസംഗത്തിന് ലിൻഡ എലിസബത്ത് അഖില മലങ്കര മത്സരത്തിന് അർഹയായി. കൂടാതെ 6 കുട്ടികൾ ഭദ്രാസന തലത്തിൽ സമ്മാനം അർഹുകയും ചെയ്തു. അഖില മലങ്കര കലോത്സവം നവംബർ 14 മുത്തക്കുരിശിൽ വെച്ച് നടത്തിയ അഖില മലങ്കര കലോത്സവ മത്സരങ്ങളിൽ ജൂനിയർ വിഭാഗത്തിലെ പ്രസംഗത്തിന് കുമാരി ലിൻഡ എലിസബത്ത് ചാണ്ടി 2ാം സ്ഥാനം നേടിയ വിവരം അഭിമാന പുരസ്സരം അറിയിക്കട്ടെ. കുട്ടിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും കൂടുതൽ നേട്ടങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അധ്യാപക സെമിനാർ ഒക്ടോബർ 4 വാഗ്ദാനം സെൻറ് ഇഗ്നേഷ്യസ് പള്ളിയിൽ നടത്തിയ പള്ളം ഡിസ്ട്രിക്ട് അധ്യാപക സെമിനാറിൽ ഇവിടെ നിന്ന് 10 അധ്യാപകർ പങ്കെടുത്തു. +2 ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നമ്മുടെ സൺഡേ സ്കൂളിലെ കുമാരി ഷെറിൻ മരിയ തങ്കച്ചനെ ഡിസ്ട്രിക്ട് വകയായി അവിടെ വെച്ച് പ്രത്യേക അവാർഡ് നൽകി ആദരിച്ചു. പരീക്ഷകൾ പേപ്പർ വാല്യുവേഷൻ 2015 MJSയിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ജൂലൈ 12 അർദ്ധവാർഷിക പരീക്ഷയും നവംബർ 29 വാർഷിക പരീക്ഷയും നടത്തി. +2 JSLC +2 ക്ലാസ് പരീക്ഷകൾ പാക്കിൽ സെൻറ് തോമസ് പള്ളി വെച്ച് നടത്തി. ഡിസംബർ 12 മീനണ സെൻറ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വെച്ച് നടത്തിയ പള്ളം ഡിസ്ട്രിക്ട് വാർഷിക പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഇവിടെ നിന്ന് അധ്യാപകർ പങ്കെടുത്തിരുന്നു. ഭദ്രാസന നേതൃത്വത്തിൽ നടത്തുന്ന ഡാലിയ ഈ വർഷവും തൂത്തുട്ടി മാർ ഗ്രിഗോറിയൽ സെൻറ്ററിൽ വെച്ച് നടത്തി. നമ്മുടെ പള്ളിയിൽ നിന്ന് 7 കുട്ടികൾ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റിന് അർഹരായി. ഭദ്രാസനത്തിലെ മുഴുവൻ അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള സംഗമവേദിയായ ബാസ് സർക്കോതമംഗലം സെൻറ് മേരീസ് ഏറാപ്പള്ളിയിൽ വെച്ച് നടത്തി. ഇവിടെ നിന്ന് അധ്യാപകർ പങ്കെടുത്തിരുന്നു. സ്കോളർഷിപ്പ് നേടിയ കുമാരി ലിൻഡ എലിസബത്ത്, അഷിനാദായി, അലീന കുര്യാക്കോസ്, ലിൻഡ എലിസബത്ത് എന്നിവരെ ഒക്കെ അവിടെ വെച്ച് അവാർഡുകൾ നൽകി ആദരിച്ചു. ഇൻസ്പെക്ഷൻ ഭദ്രാസന ഡയറക്ടർ, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ, സെക്രട്ടറി എന്നിവർ റിപ്പോർട്ടറിടത്തിലെ നമ്മുടെ സൺഡേ സ്കൂളിൽ സന്ദർശനം നടത്തി പ്രവർത്തനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെന്തിക്കോസ്തി കാണിക്കുക ശ്രേഷ്ഠ കാതോലിക്കാ തിരുമത്തിലെ കൽപ്പന പ്രകാരം ഈ വർഷവും പെന്തിക്കോസ്തി കാണിക്കുക 6000 രൂപ MJSSയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം JSPBSൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി കുട്ടികളിൽ നിന്ന് ലഭിച്ച 9250 രൂപ യഥായോഗ്യം ചെലവാക്കി. ഡേ ഓഫ് ഗിവിംഗ് MJSS ഏൽപ്പിച്ച് 4750 രൂപ. സൺഡേ സ്കൂളിലെ ഒരു കുട്ടിക്ക് പഠന സഹായം നൽകിയത് 5000 രൂപ. അങ്ങനെയാകെ 9750 രൂപ. എൻഡോമെൻറ്റുകൾ സമ്മാനങ്ങളും വാർഷിക പരീക്ഷ, കലോത്സവം എന്നിവയിലെ വിജയികൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ കൂടാതെ കൊടുക്കുന്ന സമ്മാനങ്ങൾ: 1 മീഖായൽ മാത്യു വനാസിയോ സ്മാരക പുരസ്കാരം, മൂലയിൽ സോണി മാത്യു മെമ്മോറിയൽ എൻഡോമെൻറ്റ്, സൺഡേ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി എൻഡോമെൻറ്റ്, ഫാദർ ചെറിയാൻ കോട്ടയിൽ മെമ്മോറിയൽ എൻഡോമെൻറ്റ്, ശ്രീ VT ജേക്കബ് വടക്കേപ്പറമ്പിൽ മെമ്മോറിയൽ എൻഡോമെൻറ്റ്, കളപ്പുരക്കുന്നിലെ ശ്രീ ചെറിയാൻ ഉലഹന്നാൻ സ്മാരക നിധി, അതുപോലെ തന്നെ ശ്രീ KC കുര്യാക്കോസിൻ്റെ സ്മാരകമായി നൽകുന്ന എവർ റോളിംഗ് ട്രോഫി. കുട്ടികൾക്ക് ലഘുഭക്ഷണം മുൻ വർഷങ്ങളിലെ പോലെ റിപ്പോർട്ട് വർഷത്തിനും ക്ലാസുകൾക്ക് മുമ്പായി കുട്ടികൾക്ക് കഞ്ഞി നൽകി വരുന്നു. ശ്രദ്ധാപൂർവ്വ കാര്യങ്ങൾ വിജയകരമായി നിർവഹിച്ച ബഹുമാനപ്പെട്ട പള്ളി മാനേജിംഗ് കമ്മിറ്റിയോട് വിനയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഉപസംഹാരം: സൺഡേ സ്കൂളിലെ നാളിതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിജയകരമായി നിർവഹിക്കുവാൻ അനുഗ്രഹം നൽകിയ കരുണാനിധിയായ സർവശക്തനായ ദൈവത്തിന് വിനീത ഹൃദയത്തോടെ 1000 സ്തുതി സ്തോത്രവും അർപ്പിക്കുന്നു. റിപ്പോർട്ട് വർഷത്തിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉത്തമമായ നേതൃത്വം നൽകി സഹായിച്ച മുൻവികാരി ആദരണീയനായ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ,
സഹവികാരി വന്യനായ ഇറിയാൻ എബ്രഹാം അച്ഛൻ, ഇപ്പോഴത്തെ നമ്മുടെ വികാരി പ്രിയങ്കരനായ വന്യ ടിജു വർഗീസ് വെള്ളാപ്പള്ളി അച്ഛൻ എന്നിവരുള്ള സീമാതീതമായ നന്ദിയും സ്നേഹാദരങ്ങളും അറിയിക്കട്ടെ. അവരോടൊപ്പം തന്നെ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും യഥാസമയം നൽകി സഹകരിച്ച ബഹുമാനീയനായ ട്രസ്റ്റി ശ്രീ MC തോമസ് പിള്ളച്ചിറ, സെക്രട്ടറി മനോജ് മാമൻ കൊച്ചുപറമ്പിൽ, ബഹുമാനപ്പെട്ട പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മോർ ഇഗ്നാത്തിയോസ് യുവജന പ്രസ്ഥാനം മർത്തമറിയ വനിതാ സമാജയുടെ ഭാരവാഹികൾ, സ്നേഹം നിറഞ്ഞ ഇടഭാഗങ്ങൾ, എൻ്റെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട അധ്യാപക സഹോദരങ്ങൾ, വാത്സല്യവാന്മാരായ ഞങ്ങളുടെ കുട്ടികൾ എന്നിവരോടെല്ലാം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആവശ്യമായ സമയങ്ങളിൽ വേണ്ടതായ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന കെയർടേക്കർ ശ്രീ PC രാജുവിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇതുവരെയും കാത്തു പരിപാലിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ടും എല്ലാം അവിടുത്തെ തിരുനാമത്വത്തിനായി തീരുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ കാവൽപിതായ റോദാശ്രീയുടെയും വലിയ ദൈവമാതാവിൻ്റെയും സകല വിരുദ്ധന്മാരെയും യുക്തികളുടെയും ദിവ്യ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടും ഈ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഇടവക സമക്ഷം സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. യൂത്ത് അസോസിയേഷൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. റിപ്പോർട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് റിപ്പോർട്ട് വളരെ ചുരുക്കത്തിൽ അവതരിപ്പിക്കുക. മോർ ഇഗ്നാത്തിയോസ് യുവജന പ്രസ്ഥാനത്തിൻ്റെ 2015 ആണ്ടിലെ വാർഷിക റിപ്പോർട്ട്. ബഹുമാനപ്പെട്ട വൈദികരെ, ഇടവക ജനങ്ങളെ, യുവജന പ്രസ്ഥാന പ്രവർത്തകരെ, മോർ ഇഗ്നാത്തിയോസ് യുവജന പ്രസ്ഥാനത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അനുശോചനം. മലങ്കരയുടെ മൽപ്പാനും എഴുത്തച്ഛനും ആഗമാന സുറിയാനി സഭയുടെ നിറശോഭയുമായിരുന്ന ആർച്ച് കോർപ്പിസ്കോപ്പ ഡോക്ടർ കുര്യാൻ കണിയാമ്പറമ്പിലച്ചൻ ഈ കാലയളവിൽ ഇഹലോകവാസം വെടിയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ യുവജന പ്രസ്ഥാനത്തിനുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഭരണസമിതി. 2015 വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളെ 11/1/2015 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി റവറ ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിലിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗത്തിൽ തിരഞ്ഞെടുക്കുകയുണ്ടായി. പൊതുയോഗവും ഭരണസമിതി യോഗവും. വർഷത്തിൽ 14 കമ്മിറ്റി അംഗങ്ങളും 4 പൊതുയോഗങ്ങളും നടക്കുകയുണ്ടായി. ആശംസ. 3 വർഷക്കാലം നമ്മെ നയിച്ചു മരിച്ച് മറ്റിടവകളിലേക്ക് സ്ഥാനമാറ്റം ലഭിച്ച വികാരി റവറ ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിലിനും സഹവികാരി റവറ ഫാദർ അഭിലാഷ് ചെറിയാൻ വലിയ വീട്ടിലും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതിനൊപ്പം പുതിയതായി ചുമതലയേറ്റ റവറ ഫാദർ ടിജു വർഗീസ് വെള്ളാപ്പള്ളിക്ക് എല്ലാവിധ പ്രവർത്തന മികവും ആശംസിക്കുന്നു. പരിശുദ്ധ അഫ്രേന്ദ്രിയം പാത്രികീസ് ബാബായ്ക്ക് സ്വീകരണം. മോർ ഇഗ്നാത്തിയോസ് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ നേർക്കാഴ്ചയായിരുന്നു നിതാന്തവന്തി ദിവ്യ മഹാമഹിമ ശ്രീ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈൻ 2-ാമൻ ബാബ തിരുമനസിനെ ഇടവകയിലേക്ക് ആനയിച്ചത്. പരിശുദ്ധ ബാബ തിരുമേനി കടന്നു വരുന്ന രാജവീതികളിൽ നിറയെ പോസ്റ്ററുകളും തോരണങ്ങളും കൊടികളും സ്ഥാപിച്ച് സഭയുടെ പ്രത്യേക അഭിനന്ദനം കേൾക്കുവാനിടയായത് യുവജന പ്രസ്ഥാനം അഭിമാന പുരസ്കാരം ഓർക്കുന്നു. രാത്രികളെ പകലാക്കി യുവജനങ്ങൾ നിർമ്മിച്ചെടുത്ത 30 അടി പൊക്കമുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡും അതിനലങ്കാരമായി സ്ഥാപിച്ച കൊടിമരവും നാലിനാക്കൽ ദേശത്തെ ഏറെ പ്രശസ്തിയിലെത്തിച്ചു എന്നത് വിസ്മരിക്കാനാവില്ല. ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിന് സ്ഥലം അനുവദിച്ചു തന്ന ആനക്കല്ലിങ്കൽ GOT മനോജനും കൊടിമര സ്പോൺസർ ചെയ്ത പാറപ്പാട്ട് ബിനോയിയോടുമുള്ള നന്ദി യുവജന പ്രസ്ഥാനം അറിയിക്കുന്നു. വിനോദ് ചാക്കോ മെമ്മോറിയൽ കിസ്. അകാലത്തിൽ നമ്മിൽ നിന്നും പിരിഞ്ഞുപോയ യുവജന പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തനായിരുന്ന മറുങ്ങോടിൽ വിനോദ് ചാക്കോയുടെ നാമത്തിലുള്ള കിസ് കോമ്പറ്റീഷൻ 19/4/2015 ഞായറാഴ്ച ഇടവകയിൽ വെച്ച് നടത്തുവാൻ സാധിച്ചു. ഏറെ ആവേശകരമായ മത്സരത്തിൽ ടിബിൻസ് കറിയാകുറ്റിയിൽ ആശിഷ് ജാക്കബ് പുത്തമ്പരിയിൽ എന്നൊരു ടീമിന് 1ാം സ്ഥാനവും ആഷ്മി അച്ചു ഷിനു മീട്ടിൻപുറം, ആഷിൻ ആദായ് ഷിനു മീട്ടിൻപുറം എന്നൊരു ടീമിന് 2ാം സ്ഥാനവും ലഭിച്ചു. വിജയികൾക്ക് കാഷ് അവാർഡും ട്രോഫിയും ലഭിച്ചു. മത്സരം നിയന്ത്രിച്ച റവറ ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിലുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആശ്രയിൽ ഒരു ദിനം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ യുവജന പ്രസ്ഥാനം ഏറ്റവും മുന്നിലാണ് എന്നത് നിസ്സംശയമായ കാര്യമാണ്. ദരിദ്രരായ രോഗികൾക്ക് ആശ്വാസമേകുന്ന സഭയുടെ പ്രസ്ഥാനമായ ആശ്രയിൽ ഒരു ദിവസത്തെ ഭക്ഷണവും ശേഖരിച്ച തുണികളും യുവജനങ്ങൾ നൽകുകയുണ്ടായി. ഇതിനായി വസ്ത്രങ്ങൾ, മരുന്നുകൾ എന്നിവ തന്ന് സഹായിച്ച ഇടവകയിലെ എല്ലാ നല്ലവരായ ജനങ്ങളോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിനോദയാത്ര. വ്യക്തി വളർച്ചയുടെ അവിഭാജ്യ ഘടകമാണ് മാനസിക ഉല്ലാസം. വാഗമണ്ണിലെ മഞ്ഞിൽ പുതഞ്ഞ മുട്ടക്കുന്നുകളും തേക്കടിയിലെ കാടും ബോട്ട് യാത്രയും പരുത്തുംപാറയിലെ നിശാസൗന്ദര്യവും അത്തരം മാനസിക ഉല്ലാസം തരുന്നവയായിരുന്നു. വിജ്ഞാനപ്രദവും ഉല്ലാസപ്രദവുമായിരുന്ന യാത്രയിൽ ഞങ്ങളിൽ ഒരാളായി ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന് സഹായിച്ച റവറ ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിലിനുള്ള നന്ദി ഈ അവസരത്തിലും അറിയിക്കുന്നു. JSVBS. പതിവ് പോലെ ഈ കാലയളവിൽ JSVBSൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ സജീവ സാന്നിധ്യം പ്രകടമായിരുന്നു. VBSൻ്റെ എല്ലാ ദിവസങ്ങളിലും യുവജനങ്ങൾ കടന്നു വരികയും അധ്യാപകർക്ക് വലിയ സഹായമായി നിലകൊള്ളുകയും ചെയ്യുകയുണ്ടായി. കുട്ടികൾക്കുള്ള ശീതളപാനീയങ്ങൾ ഉണ്ടാക്കുവാനും ഒരു ദിവസത്തെ ലഘുഭക്ഷണം നൽകുവാനും യുവജന പ്രസ്ഥാനത്തിനായതിൽ ഏറെ സന്തോഷിക്കുന്നു. മികവ് എവറോളിംഗ് ട്രോഫി. JSVBSൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മികച്ച കുട്ടിക്ക് യുവജന പ്രസ്ഥാനം നൽകുന്ന അവാർഡാണ് മികവ് എവറോളിംഗ് ട്രോഫി. അകാലത്തിൽ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ ജിബിംബി വർഗീസിൻ്റെ നാമത്തിലുള്ള ഈ പുരസ്കാരത്തിന് 2015 വർഷം അർഹനായത് കരിപ്പായൽ അനു സാറ തോമസ് ആണ്. അനുവിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതിനൊപ്പം മുന്നോട്ടുള്ള യാത്രയിൽ ഈ മികവ് നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പുതുപ്പള്ളി പെരുന്നാൾ.
പുതുപ്പള്ളി സെൻറ് ജോർജ് യാക്കോബായ പള്ളിയിലെ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് സ്ഥാപിച്ച കൊടിമരത്തിൻ്റെ മുഖ്യ ചുമതല ഏറ്റെടുത്ത് നടത്തുവാൻ യുവജന പ്രസ്ഥാനത്തിനായി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന വിച്ചൂട്ടിലും പ്രദക്ഷിണത്തിലും വോളണ്ടിയേഴ്സായി നമ്മുടെ യുവജനങ്ങൾ പങ്കുകൊള്ളുകയുണ്ടായി. ഏവരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൊടിമര സ്പോൺസർ ചെയ്ത പുതുപ്പറമ്പിൽ ബാവച്ചാനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഏകദിന ധ്യാനം. യുവജനങ്ങളെ ആത്മീയമായി പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെ യുവജന പ്രസ്ഥാനം നടത്തിയ ഏകദിന ധ്യാനം ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. ഇടവയ്ക്ക് പുറത്തുനിന്ന് പോലും നിരവധി കുട്ടികൾ പങ്കെടുത്ത ധ്യാനത്തിന് മുഖ്യപ്രഭാഷണം റവർ ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ നിർവഹിക്കുകയുണ്ടായി. റവർ ഫാദർ അഭിലാഷ് ചെറിയാൻ വലിയ വീട്ടിൽ ധ്യാനം നയിക്കുകയും ചെയ്തു. വൈദികരോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയിൽ വൃക്ഷത്തൈകൾ, ചെടികൾ എന്നിവ നട്ടുപിടിപ്പിക്കുകയുണ്ടായി. അന്നേ ദിവസം റവർ ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ പ്രതിജ്ഞാവാദവും ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെ മുൻനിർത്തിയുള്ള പോസ്റ്ററുകൾ പള്ളിമുറ്റത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ദേവാലയ ശുചീകരണം. ഇടവകയോടുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ കൂറിൻ്റെ മകുട ഉദാഹരണമായിരുന്നു ദേവാലയ ശുചീകരണ പ്രവർത്തനം. പള്ളി കഴുകി വൃത്തിയാക്കുവാനും പൊടിപടലങ്ങൾ നീക്കം ചെയ്യുവാനും ശുചീകരണ പ്രവർത്തനത്തോടനുബന്ധിച്ച് സാധിക്കുകയുണ്ടായി. ഇതിന് പ്രോത്സാഹനം നൽകിയ ഇടവ വികാരി റവർ ഫാദർ ജിജു വെള്ളപ്പള്ളിയോടുള്ള നന്ദി അറിയിക്കുന്നു. വിശ്വാസ സംരക്ഷകൻ. പരിശുദ്ധ സഭയുടെ ആനുകാലിക പ്രസിദ്ധമായ പത്രമായ വിശ്വാസ സംരക്ഷകന്റെ ചുമതല യുവജന പ്രസ്ഥാനം ഏറ്റെടുത്തത് ഈ കാലയളവിലാണ്. ഇടവജനങ്ങളുടെ വലിയ പിന്തുണ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. വിശ്വാസ സംരക്ഷകന്റെ വരിസംഖ്യ എടുത്ത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നതിനൊപ്പം ഇതിൻ്റെ മുഖ്യ ചുമതല വഹിച്ച ബിജിഎം കുര്യാക്കോസ് ഓവേലിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. പകൽവീട്. ഇടവകയുടെ പകൽവീട് പദ്ധതി ഏറെ വിജയകരമായി മുന്നോട്ട് പോകുന്ന യുവജന പ്രസ്ഥാനത്തിനുള്ള പങ്ക് ഏക ശ്ലാഘനീയമാണ്. പകൽവീട്ടിൽ ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് അന്നേ ദിവസം കേക്കുകളും മറ്റും ലഭ്യമാക്കുന്ന യുവജന പ്രസ്ഥാനമാണ്. ഓരോ മാസത്തെയും മധുരപലഹാരങ്ങൾ സ്പോൺസർ ചെയ്തവരെ പ്രത്യേകം പകൽവീട് പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച യുവജന പ്രസ്ഥാനങ്ങളോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇടത്തറ യാക്കോബ് കശീശ അനുസ്മരണം. നാൽനാക്കപ്പള്ളിയുടെ നവയുഗ ശില്പി ഇടത്തറ യാക്കോബ് കശീശയുടെ 40ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ആചാര്യശ്രേഷ്ഠൻ്റെ ലഘുചരിത്രവും ചിത്രവും പതിച്ച കാർഡുകൾ ഇടവകയിൽ വിതരണം ചെയ്യുകയുണ്ടായി. വരും തലമുറകൾക്ക് ഏറെ പ്രയോജനമായി തീരുവാൻ തക്കമാണ് ഇത് അച്ചടിച്ചത്. ചെന്നൈ ദുരിതാശ്വാസം. പേമാരി പെയ്ത് ഏറെ ദുരിതത്തിലായിരുന്ന ചെന്നൈ നിവാസികൾക്ക് ആശ്വാസത്തിൻ്റെ ധനിയുമായി മോർ ഇഗ്നാത്യോസ് പുനഃപ്രസ്ഥാനം രംഗത്ത് വരികയുണ്ടായി. വസ്ത്രങ്ങൾക്കും മെഡിസിനുകൾക്കും പുറമെ ഇടവകയിൽ നിന്ന് പിരിച്ച 5000-ഓളം രൂപയും ദുരിത സമയത്ത് തന്നെ ചെന്നൈയിൽ എത്തിക്കുകയുണ്ടായി. ആയതിലേക്ക് വേണ്ട സംഭാവന നൽകി എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ക്രിസ്മസ് ആഘോഷം കരോൾ. ക്രിസ്മസിനോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനം പള്ളി സ്ഥാപിച്ച സ്റ്റാറുകളും ലൈറ്റുകളും ഇടവകയെ വണ്ണപ്രഭയിൽ മുക്കുകയുണ്ടായി. ഡിസംബർ മാസം 20, 21, 22, 23 തീയതികളിൽ ഇടവകയിലെ എല്ലാ വീടുകളും ക്രിസ്മസ് കരോളുമായി കടന്നു ചെല്ലാൻ യുവജന പ്രസ്ഥാനത്തിന് സാധിച്ചു. ആഘോഷ പരിപാടിയിൽ പങ്കുകൊണ്ട എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഉപസംഹാരം. മോർ ഇഗ്നാത്യോസ് യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 2015 വർഷം പ്രവർത്തന മികവിൻ്റെ ഒരു അധ്യായം തന്നെയായിരുന്നു. എവിടെയാണോ ചിന്ത ഉണർത്തപ്പെടുന്നത് അവിടെ മനസ്സെപ്പോഴും യുവത്വമുള്ളതായിരിക്കും. എവിടെയാണോ മനസ്സ് യുവത്വമുള്ളതായിത്തീരുന്നത് അവിടെ സ്ഥിരമായ ഒരു വെല്ലുവിളി രൂപപ്പെടുന്നു. ആ വെല്ലുവിളിയാണ് ഞങ്ങളുടെ പ്രവർത്തന മികവിൻ്റെ അടിത്തറ. ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട വൈദികരോടും ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ഭക്ത സംഘടനാ അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. കൂടാതെ ആഗമാന സുറിയാനി സഭയുടെ പരമമാധ്യക്ഷൻ നിതാന്തിവന്തി ദിവ്യ മഹാമഹിമ ശ്രീ മൊറാൻ മോർ ഇഗ്നാത്യോസ് അഫ്രൈൻ രണ്ടാമൻ പാത്രികീസ് ബാവായോടും ശ്രേഷ്ഠ കാതോലിക്ക അബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായോടും ഇടവക മെത്രാപ്പൊലീത്ത തോമസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്തോടും ഇടവകയുടെ അഭിമാനകരമായ ഗീവർഗീസ് മാർ കൂറിലോസിനോടുമുള്ള അചഞ്ചലമായ കൂറും വിശ്വാസവും രേഖപ്പെടുത്തിക്കൊണ്ടും ആരുടെ നാമത്തിൽ ഈ പ്രസ്ഥാനം സ്ഥാപിതമായിരിക്കുന്നുവോ ആ മഹാപരിശുദ്ധനും യേശു തൻ്റെ തൃക്കരങ്ങളിൽ എടുത്ത് പരിപാലിച്ചവനും അന്ത്യോക്യയുടെ 3-ാം പാത്രിക്കീസും സഹതായുമായ മോർ ഇഗ്നാത്യോസ് നൂറോനോയുടെയും നമ്മുടെ കാവൽ പിതാവായ മൊറാദായ് സ്ലീഹായുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടും ഈ റിപ്പോർട്ട് ഇടവ സമക്ഷം സമർപ്പിക്കുന്നു. മർത്തമറി വനിതാ സമയത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സെക്രട്ടറി ക്ഷണിക്കുന്നു. സെൻ്റ് അദായിസ് യാക്കോബായ സുറിയാനി പള്ളി വിശുദ്ധ മർത്തമറിയാം വനിതാ സമാജത്തിൻ്റെ 2015 വാർഷിക റിപ്പോർട്ട്. പ്രിയക ദൈവത്തിന് സ്തുതി. ആദരണീയ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ ഇടവക അംഗങ്ങളെ, വിശുദ്ധ മർത്തമറിയാം വനിതാ സമാജത്തിന് 49 വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ അനുവദിച്ച സർവശക്തനും കാരണവാനുമായ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അനുശോചനം. മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനൻ മാർ പീലക്സിനസ് മെത്രാപ്പൊലീത്തായുടെ ദേഹവിയോഗത്തിൽ സെൻ്റ് അദായിസ് പള്ളിയിലെ വിശുദ്ധ മർത്തമറിയാം വനിതാ സമാജത്തിനുള്ള അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ലോകപ്രശസ്ത സുറിയാനി പണ്ഡിതനും മലങ്കരയുടെ എഴുത്തച്ഛനുമായിരുന്ന കണിയാമ്പറമ്പിൽ ഡോക്ടർ കുര്യൻ ആർച്ചുകോർപ്പിസ്കോപ്പ
അച്ഛൻ്റെ നിര്യാണത്തിലും ഈ സമാജത്തിനുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പള്ളിയിലെ മുൻ വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് തോമസ് കണ്ടമുണ്ടാരി കോർപ്പിസ്കോപ്പ അച്ഛൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ ഇടവക ജനങ്ങളോടൊപ്പം സമാജാംഗങ്ങൾ പങ്കെടുക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. ഈ പള്ളിയിലെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് കെ ടി കുന്നത്തയ്യാട്ടിൻ്റെ കോർപ്പിസ്കോപ്പ അച്ഛൻ്റെ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഇടവക ജനങ്ങളോടൊപ്പം സമാജാംഗങ്ങൾ പങ്കെടുക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ പള്ളി ഇടവക അംഗവും നമ്മുടെ സമാജ അംഗവുമായിരുന്ന കൊച്ചുപുരയിൽ ശ്രീമതി ശോശാമ്മ കുറിയാക്കോസ്, മുല്ലയിൽ ശ്രീമതി ശോശാമ്മ അബ്രഹാം കുനുമാമുട്ടിൽ, ശ്രീമതി മേരിസ് കറിയായുടെ പതൃപിതാവ് റവറൻ ഫാദർ ഉലഹന്നാൻ പാറപ്പാൻ്റെ മാതാവ് തുടങ്ങിയവരുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ പാത്രിക്കിസ് ബാബായ്ക്ക് സ്വീകരണം. 2005 ഫെബ്രുവരിയിൽ ആഹ്മാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രം ദിദിയൻ പാത്രിക്കിസ് ബാബയുടെ കേരള സന്ദർശന വേളയിൽ കോട്ടയത്തെ സ്വീകരണ വേളയിലും നമ്മുടെ ഇടവകയിലും എന്ന അവസരത്തിലും ഇടവക ജനങ്ങളോടൊപ്പം സമാജാംഗങ്ങളും പങ്കെടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. പരിശുദ്ധ ദേവമാതാവിൻ്റെ മഹാമധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് വിശുദ്ധ മർത്തമറിയം വനിതാ സമാജം നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു. 2005 ജനുവരി 2-ാം തീയതി വനിതാ സമാജം പ്രസിഡന്റ് റവറൻ ഫാദർ കുര്യൻ മാത്യു വടക്കപ്പറമ്പലിൻ്റെ മഹനീയ അധ്യക്ഷതയിൽ വാഗത്താനം ഗ്രൂപ്പ് പ്രസിഡന്റ് റവറൻ ഫാദർ യൂഹാനൻ വേലിക്കകത്ത്, വൈദിക വിദ്യാർത്ഥി ബ്രദർ ലിബിൻ, ശ്രീ PC കുര്യാക്കോസ് പടിഞ്ഞാറ വീട്, ട്രസ്റ്റി വി ജോബ് ജോൺ ഡത്തറ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന വാർഷിക യോഗത്തിൽ 2015 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഭാരവാഹികൾ: പ്രസിഡന്റ് റവറൻ ഫാദർ കുര്യൻ മാത്യു വടക്കപ്പറമ്പിൽ, വൈദിക വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ എബ്രഹാം വലിയ വീട്ടിൽ, ആത്മായ വൈസ് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഈപ്പൻ കൊച്ചുപറമ്പിൽ, സെക്രട്ടറി വത്സമ കുര്യാക്കോസ് വേലിൽ, ജോയിന്റ് സെക്രട്ടറി സൂനി ബെന്നി നരിമറ്റം, ട്രഷറർ ലാലമ്മ വർഗീസ് പാറപ്പാട്ട്, ഓഡിറ്റർ ഏലിയാമ്മ എബ്രഹാം വയലാറ്റ്, ചാറ്റി ബോക്സ് മേരിക്കുട്ടി പുന്നൂസ് ഗലീന, ചിട്ടി സുജാ ചാക്കോ നരിമറ്റം. കമ്മിറ്റി അംഗങ്ങൾ: ശ്രീമതി മേരി ജോൺ വട്ടച്ചാൽ, ഉണ്ണിക്കുരുവിള മൂലയിൽ, പൊന്നമ്മസ്കറിയ വട്ടച്ചാൽ, വത്സമ കുര്യൻ കൊച്ചുപുരയിൽ, തങ്ങമ്മ എബ്രഹാം മേട്ടൻപുറം, എലിയാമ്മ മർക്കോസ് പുല്ലുകാലായിൽ, റോസിലി മാത്യു കടുവാക്കുഴിയിൽ, മരിക്കുട്ടി മാത്യു കൊച്ചുപറമ്പിൽ, മോളമ്മ മാത്യു ഇടത്തറ, ബേബിക്കുട്ടി വർഗീസ് പറപ്പള്ളിൽ. തെന്നാണ്ടിൽ വിശുദ്ധ മർത്തമറിയം വനിതാ സമാജത്തിന് 33 സാധാരണ യോഗങ്ങൾ നടത്തു. രാവിലെ 10-15 യോഗം ആരംഭിക്കുന്നു. പാട്ട്, വേദപുസ്തകം വായന, പ്രാർത്ഥന ഇവയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വൈദികർ, ക്ഷണിക്കപ്പെട്ട പ്രാസംഗികർ എന്നിവരിൽ ഒരാൾ ബൈബിൾ ക്ലാസ് എടുക്കുന്നു. അതിനുശേഷം റിപ്പോർട്ട് വായന, കാണിക്ക, രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന ഇവ നടത്തുന്നു. ഉച്ച നമസ്കാരത്തോടെ യോഗം അവസാനിക്കുന്നു. കിലമലങ്കര ഭദ്രാസന ഗ്രൂപ്പ് തല യോഗങ്ങൾ. 2015 ഫെബ്രുവരി 13-ാം തീയതി വാഗത്താനം ഗ്രൂപ്പിൻ്റെ വാർഷിക മീറ്റിംഗ് കുറിച്ച് സെൻറ്റ് മേരീസ് ഉറവനപ്പള്ളിയിൽ വെച്ച് നടന്ന യോഗത്തിൽ 16 പേർ പങ്കെടുത്തു. അവിടെ വെച്ച് നടത്തിയ കലാമത്സരങ്ങൾ സമാജാംഗങ്ങൾ പങ്കെടുക്കുകയും സമ്മാനാർഹരാകുകയും ചെയ്തു. അതോടൊപ്പം വാഗത്താനം ഗ്രൂപ്പിലെ ഏറ്റവും നല്ല സമാജത്തിനുള്ള എവർ റോളിംഗ് ട്രോഫി 2-ാം പ്രാവശ്യം ഈ പള്ളിയിലെ സമാജത്തിന് ലഭിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. 2015 മാർച്ച് 20-ാം തീയതി കോട്ടയം സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൽ വെച്ച് നടന്ന ഭദ്രാസന മത്സരങ്ങളിൽ നമ്മുടെ സമാജങ്ങൾ പങ്കെടുത്തിരുന്നു. ഏപ്രിൽ 17-ാം തീയതി അരിപ്പറമ്പ് സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടന്ന കോട്ടയം ഭദ്രാസന ഏകദിന സമ്മേളനത്തിൽ ഈ യൂണിറ്റിൽ നിന്നും 22 പേർ പങ്കെടുത്തു. കോട്ടയം ഭദ്രാസനത്തിലെ ഏറ്റവും നല്ല യൂണിറ്റിനുള്ള ട്രോഫി 2-ാം പ്രാവശ്യം നമ്മുടെ യൂണിറ്റിൽ ലഭിച്ച വിവരവും സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. മെയ് 15-ാം തീയതി വെള്ളൂർ സെൻറ്റ് തോമസ് പള്ളിയിൽ വെച്ച് നടന്ന യോഗത്തിൽ 22 പേർ സംബന്ധിച്ചു. ആഗസ്റ്റ് 19-ാം തീയതി കുമര മാറ്റാമംഗലം പള്ളിയിൽ വെച്ച് നടന്ന യോഗത്തിൽ 23 പേർ പങ്കെടുത്തു. ആഗസ്റ്റ് മാസം 22-ാം തീയതി തൃശ്ശൂർ വള്ളിക്കുളങ്ങര സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടന്ന അഖില മലങ്കര ഏകദിന യോഗത്തിൽ ഇവിടെ നിന്നും 10 പേർ പങ്കെടുത്തു. നവംബർ 7-ാം തീയതി വടക്കംപറവൂർ സെൻറ്റ് തോമസ് പള്ളിയിൽ വെച്ച് നടന്ന യോഗത്തിൽ 15 പേർ പങ്കെടുത്തു. നവംബർ 20-ന് ഇത്തിത്താനം സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടന്ന വാഗത്താനം ഗ്രൂപ്പിൽ ഈ യൂണിറ്റിൽ നിന്ന് 33 പേർ പങ്കെടുത്തു. ഡിസംബർ 14-ന് പണമ്പടി സെൻറ്റ് മേരീസ് പള്ളി വെച്ച് നടന്ന യോഗത്തിൽ 22 പേർ പങ്കെടുത്തു. നവംബർ 26-ാം തീയതി വാഗത്താനം ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മാജിക് പ്ലാനറ്റോറിയം കാണുന്നതിനുള്ള ടൂർ പ്രോഗ്രാമിൽ ഈ സമാജത്തിൽ നിന്നും 11 പേർ പങ്കെടുത്തു. പരിശുദ്ധ ദേവമാതാവിൻ്റെ ശൂന്യായ നോയമ്പ് പീഡലിനോടനുബന്ധിച്ച് നടത്തുന്ന പാച്ചോർ നേർച്ച ഇടവാശ്രീ ജനങ്ങളുടെ ശ്രമഫലമാണെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. വാഗത്താനം ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടറിമാരുടെ യോഗങ്ങളിൽ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവും പങ്കെടുക്കാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ബുധൻവെള്ളി ദിവസങ്ങളിൽ സമാജാംഗങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുന്നതിന് വിഹിതം ചാരിറ്റി ബോക്സിൽ നിക്ഷേപിച്ച് പ്രസ്തുത തുക അർഹതപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിച്ചു പോരുന്നു.
ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച സമാജങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ലേലം ചെയ്തും 100 രൂപയുടെയും 500 രൂപയുടെയും ചിട്ടികൾ നടത്തിയും തുക കണ്ടെത്തുന്നു. വാഗ്ദാനം ഗ്രൂപ്പിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി 1800 രൂപയും ഇടുന്നാമ്പ് വിഹിതമായി 500 രൂപയും ഭദ്രാസന പെൻഷൻ ഫണ്ടിലേക്ക് കവർപ്പിരിവ് നടത്തി 11600 രൂപയും കിലമല്ലങ്കലും മർത്തമറിയ വനിതാ സമാജത്തിന് സ്തോത്ര കാഴ്ചയായി 1000 രൂപയും നൽകി വരുന്നു. ഭദ്രാസനത്തിൽ നിന്നും നമ്മുടെ ഇടവകയിലെ 2 പേർക്ക് 250 രൂപ വീതം പെൻഷൻ ലഭിക്കുന്നുണ്ട്. SVBS കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകുന്നു. തീരത്തിന് 5000 രൂപ കൊടുക്കുവാൻ സാധിച്ചു. അവസാന ഞായറാഴ്ച പള്ളിയിലെ ഇടവക ജനങ്ങൾക്ക് കാപ്പിയും ലഘുഭക്ഷണവും നൽകുന്നുണ്ട്. വാഗ്ദാനം ഗ്രൂപ്പിൻ്റെ ജീവകാരുണ്യ ഫണ്ടിൽ നിന്നും 25000 രൂപ നമ്മുടെ സമാജ അംഗമായിരിക്കുന്ന ഒരു രോഗിക്ക് ചികിത്സാ സഹായമായി നൽകുകയുണ്ടായി. ഇതിൽ വാഗ്ദാനം ഗ്രൂപ്പിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. 2000 രൂപ 1000 രൂപ വീതം മറ്റ് 2 പേർക്ക് നൽകുകയുണ്ടായി. 19000 രൂപ നമ്മുടെ സമാജത്തിൽ നിന്നും ഒരു രോഗിയുടെ ചികിത്സാ സഹായത്തിന് നൽകുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ സഹായ നിധിയിലേക്ക് സമാജാംഗങ്ങൾ നൽകുന്ന സംഭാവനയിൽ നിന്ന് നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നു. അതിന് പ്രകാരം ഒരു കുട്ടിക്ക് 2000 രൂപ നൽകുവാൻ സാധിച്ചു. ഭവന നിർമ്മാണത്തിനായി നമ്മുടെ സമാജാംഗമായിരിക്കുന്ന ഒരു കുടുംബത്തിന് 5000 രൂപ നൽകുവാൻ സാധിച്ചു. നമ്മുടെ സമാജാംഗമായിരിക്കുന്ന മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി അച്ചമ്മ മാത്യു ചേലമണ്ണിൽ, വാഗ്ദാനം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഇടവക അംഗവുമായിരിക്കുന്ന ശ്രീമതി എലിസബeth മാത്യു മറങ്ങോടിൽ എന്നിവർ അവരുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് സന്തോഷ സൂചകമായി സമാജാംഗങ്ങൾക്ക് മധുരം നൽകുകയുണ്ടായി. അതിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. സമാജാംഗങ്ങളുടെ ഭവനത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ പങ്കെടുത്തും പാരിതോഷികം നൽകിയും സമാജത്തിൻ്റെ പേരിലുള്ള സന്തോഷം പങ്കിടുന്നു. സമാജത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന കൊച്ചുപുരയിൽ ശ്രീമതി അനിത തോമസ് സമാജത്തിൻ്റെ സജീവ പ്രവർത്തകയാണ്. യാത്രയയപ്പ് 3 വർഷക്കാലം നമ്മെ ആത്മീയമായി നയിക്കുകയും എൻ്റെ എല്ലാ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും തന്ന് നമ്മെ അനുഗ്രഹിച്ച് മറ്റൊരു ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോയിരിക്കുന്ന മുൻ വികാരിമാരായി ആയിരുന്ന ബഹുമാനപ്പെട്ട കുര്യൻ മാത്യു അച്ഛനും ബഹുമാനപ്പെട്ട ചെറിയാൻ എബ്രഹാം അച്ഛനും നമ്മുടെ സമാജത്തിൻ്റെ സ്നേഹാദര സൂചകമായി യാത്രയയപ്പ് നൽകുകയും പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. ജൂൺ 12 നമ്മുടെ ഇടവകയിലെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടിജു വർഗീസ് വെള്ളാപ്പള്ളി അച്ഛനെ വിശുദ്ധ മർത്തമറിയം വനിതാ സമാജത്തിലേക്ക് ഹാർദവമായി സ്വീകരിച്ചു. ഉപസംഹാരം. വിശുദ്ധ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ സുഗമവും സുതാര്യവുമായ പ്രവർത്തനങ്ങൾക്ക് സജീവ നേതൃത്വം നൽകി വരുന്ന ബഹുമാനപ്പെട്ട വികാരി ഫാദർ ടിജു വർഗീസ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് നല്ല ദൈവജന ശുശ്രൂഷ നടത്തി നമ്മെ ധന്യരാക്കിയ ഡീക്കൻ അലക്സ് ഈപ്പൻ, ശ്രീ PC കുര്യാക്കോസ് പടിഞ്ഞാറ വീട്, ബ്രദർ ബൈജു പേരൂർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ആത്മാർത്ഥമായി പ്രവർത്തിച്ച പള്ളി ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രധാന ശുശ്രൂഷൻ ശ്രീ കൊച്ചുമോൻ തോമസ്, സെക്യൂരിറ്റി ശ്രീ PC രാജു, മറ്റ് ഭക്തസംഘടനാ പ്രവർത്തകർ, സമാജാംഗങ്ങൾ, ഇടവകാംഗങ്ങൾ ഇങ്ങനെ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ഒരു വർഷക്കാലം വിശുദ്ധ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹകരമായി നിർവഹിക്കുന്നതിന് സഹായിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ആടനാമത്തിലുള്ള പ്രസ്ഥാനം സ്ഥാപിതമായിരിക്കുന്നു ആ പരിശുദ്ധ ദേവമാതാവിൻ്റെയും നമ്മുടെ കാൽപിതാവായ മോറാദായ സ്ലീഹായുടെയും കാലശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടും പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ ഭാവി പ്രവർത്തനങ്ങൾ സാധനം സമർപ്പിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് ഇടവക സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി കുടുംബ യൂണിറ്റുകളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ ജനറൽ കൺവീനറെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഇടവകങ്ങളെ, ഈ റിപ്പോർട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം തന്നെ 8 മണിയായി. അതുകൊണ്ട് നിലവിൽ ഈ സമയത്ത് 150 വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആദരണീയനായ പരേതനായ ഇടക്കറ യാക്കോബ് കശിശായെ അനുസ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇടവക സമക്ഷം സമർപ്പിച്ചുകൊള്ളും. ബഹുമാനപ്പെട്ട വികാരിമാരായ കുര്യൻ മാത്യു അച്ഛൻ, ചെറിയൻ എബ്രഹാം അച്ഛൻ, ടിജു വർഗീസ് അച്ഛൻ ഇവർ ഈ വർഷം ഈ ഇടവകയുടെ ഈ കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. ഒരു കയ്യെഴുത്ത് മാസിക ഇടവകയുടെ ഈ കുടുംബ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇറക്കുകയുണ്ടായി.
കോട്ടയം ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സെമിനാർ നടത്തുകയുണ്ടായി. കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥന യോഗങ്ങൾ നടത്തി വരുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നടത്തി വരുന്നു. പകൽ വീട് നടത്തി വരുന്നു. ബാക്കി 8-10 യൂണിറ്റുകളും നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്നു. കുടുംബ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വേണ്ട എല്ലാ സഹായവും ഉപദേശവും തന്ന് സഹായിച്ച ബഹുമാനപ്പെട്ട ടിജു വർഗീസ് വെള്ളാപ്പള്ളി, ട്രസ്റ്റി, സെക്രട്ടറി എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം വനിതാ സമാജം, യുവജന പ്രസ്ഥാനം ഇവർ ചെയ്തു തരുന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഇടവേള കാൽപ്പതാവായ മാതാശ്രീയുടെയും മോർഗേവറി സഹതായുടെയും സർവോപരി പരിശുദ്ധ കന്യമറിയമ്മയുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് ഇടവക സമക്ഷം സമർപ്പിച്ചുകൊള്ളും. അടുത്തതായി സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി MJSS ഡയറക്ടറും മുൻ പ്രിയപ്പെട്ടവരെ, സൺഡേ സ്കൂൾ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. സമയം അല്പം മുമ്പോട്ട് പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സമ്മാനം നിങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം സൺഡേ സ്കൂൾ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പേരുകൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മുന്നോട്ട് കടന്നു വന്ന് ആ സമ്മാനങ്ങൾ കൈപ്പറ്റുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി എഡ്വക്കേറ്റ് കോർബിസ്കോപ്പ ഫിലിപ്പോസ് കോട്ടപ്പുറമച്ചിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വാർഷിക പരീക്ഷയിൽ പാസ്സായ കുട്ടികളുടെയാണ്. 1-2 സമ്മാനം നൽകുമ്പോൾ രണ്ടാം സമ്മാനക്കാർ ആദ്യം വരരുത്. ആദ്യം വേഗം വായിക്കുന്നതില്ല. ക്ലാസ് 1 ഒന്നാം ഫസ്റ്റ് പ്രൈസ് റിബേക്ക മാത്യു. സെക്കൻഡ് അൻസ ഉല്ലാസ്. രണ്ടാം ക്ലാസ് 5 പേരുണ്ട്. ഫസ്റ്റ് ആൽബിൻ മാത്യു ചെറിയാൻ, ആൽവിൻ തോമസ്, അക്സ സൂസൻ അലക്സ്. ഫസ്റ്റ് ജീന ജിജി, മീഖ ആൻഡ് റിജു. സെക്കൻഡ് കെസിയ സൂസൻ സിനി, മരിയ തോമസ്, സാമന്ത ബിജു. സെക്കൻഡല്ലേ പറഞ്ഞത്? സെക്കൻഡ് കൂടെ നിങ്ങൾ ഫസ്റ്റ് എന്ന് പറഞ്ഞില്ലേ കൊടുക്കുന്നു. മൂന്നാം ക്ലാസ് ഫസ്റ്റ് ഷിൻഡാവി സജി. സെക്കൻഡ് 2 പേരുണ്ട്. അനീറ്റ് മറിയം സജി, ആഷ്ലി എൽസ അജിത്ത്. നാലാം ക്ലാസ് ഫസ്റ്റ് അലീന കെ വർഗീസ്. സെക്കൻഡ് 2 പേര് ബ്ലസൻ മാത്യു ആൻഡ് മെറിൻ മാത്യു. അഞ്ചാം ക്ലാസ് ഫസ്റ്റ് ലിൻഡ എലിസബത്ത്. സെക്കൻഡ് അലീന കുര്യാക്കോസ്. ആറാം ക്ലാസ് ഫസ്റ്റ് കെസിയ സൂസൻ മാത്യു. സെക്കൻഡ് നോയൽ ജെ ചാണ്ടി. ഏഴാം ക്ലാസ് അക്സ മരിയ മാത്യു ഫസ്റ്റ്. സെക്കൻഡ് കെസിയ അസ്കറിയ. എട്ടാം ക്ലാസ് ഫസ്റ്റ് അഷിനാദായ് ഷിനു. സെക്കൻഡ് ഷാരു മോൾ വിസജി. ഒമ്പതാം ക്ലാസ് ഫസ്റ്റ് മെറിൻ തോമസ്.
Second, Niji Mariam Jacob. Pathang class, first Marin and Philip. Second, Nirmal J. Andrews. Parinam class, plus one, first Geetu Susan John. Second, Danny K. Sunny. Parinam class, plus two, Ashmi Achushinu. ഇനി അറ്റൻഡൻസ് പ്രൈസാണ്. മൂന്നാം ക്ലാസ് അനീറ്റ് മറിയം സജി. ഇല്ല, കൃപ കൊച്ചുമോൻ ആൻഡ് അലീന ഉറിയാക്കോസ്. അലീന കെ വർഗീസ് നാലാം ക്ലാസ്. അഞ്ചാം ക്ലാസ് അക്സ ആൻഡ് ജേക്കബ് ആൻഡ് ലിൻഡ എലിസബത്ത്. എട്ടാം ക്ലാസ് അലൻ കെ വർഗീസ്, അഷിനാദായ് ഷിനു, എമിൽ എം ബിനു, അലീന സൂസൻ സി. ഒമ്പതാം ക്ലാസ് നിജി മറിയം ജേക്കബ്. മറ്റേ കൊടുക്കുന്നു. അടുത്തത് കലോത്സവത്തിന് ഉള്ള സമ്മാനമാണ്. സബ് ജൂനിയേഴ്സ് പ്രസംഗം ഫസ്റ്റ് മെരിയ തോമസ്. മെരിയ തോമസ് ഇല്ലെങ്കിൽ സമ്മാനവിതരണം നടത്തുന്നത് എൽദോച്ചനാണ്. സെക്കൻഡ് ജോർജി സാം തോമസ്. സംഗീതം മീഖ ആൻഡ് റിജു. സെക്കൻഡ് അഖില മരിയ സുജിത്ത്. ആരാധന ഗീതം ആരാധനാ ഗീതത്തിനാണ്. ഈ വിളിക്കുമ്പം വരണം. ഇത് ഓരോരുത്തരോരോ സൗകര്യത്തിനാണ് വരുന്നത്. ആദർശ് ജേക്കബ് ആൻഡ് സാമന്ത സൂസൻ ബിജു. മൂന്നെണ്ണം ഒന്നിച്ചാൽ കൊടുത്തേച്ചാൽ മതി. ഒരുപാട് കൊടുത്ത് മൂന്നെണ്ണം ഒന്നിച്ച് കൂടാതെ മൂന്നെണ്ണം ആ ഗ്രൂപ്പിനെ കൊടുത്തേച്ചാൽ മതി. സെക്കൻഡ് മീഖ ആൻഡ് റിജു. അവർക്ക് മൂന്നെണ്ണം കൊടുത്തേച്ചു. ആദർശ് ജേക്കബ് മരിയ തോമസ് ആൻഡ് അഖില മരിയ. ഇനി അടുത്തത് ജൂനിയേഴ്സാണ്. ജൂനിയേഴ്സ് പ്രസംഗം ഫസ്റ്റ് ലിൻഡ എലിസബത്ത് ചാണ്ടി. സെക്കൻഡ് ജിസ് മരിയ വർഗീസ്. സംഗീതം ഫസ്റ്റ് ജിസ് മരിയ വർഗീസ്. സെക്കൻഡ് കൃപ കൊച്ചുമോൻ.
ജൂനിയേഴ്സ് തങ്കവാക്യം നോയൽ ജയച്ചാണ്ടി. സെക്കൻഡ് അനീറ്റ് മറിയം സജി. വേദവാക്യം ഫസ്റ്റ് നോയൽ ജയച്ചാണ്ടി. സെക്കൻഡ് അനീറ്റ് മറിയം സജി. ആരാധനാഗീതം ഫസ്റ്റ് ബ്ലസൻ മാത്യു അൽഫായി ആൻഡ് ഡേവിൻ കെ മാത്യു. 3. സെക്കൻഡ് ജിസ് മെരിയ വർഗീസ് ലിൻഡ ആൻഡ് അക്സ സാം ആൻഡ് ജേക്കബ്. ആരാധനാഗീതം സുറിയാനി ഫസ്റ്റ് ജിസ് മെരിയ ലിൻഡ എലിസബeth അക്സ ആൻഡ് ജേക്കബ്. സെക്കൻഡ് കൃപ കൊച്ചുമോൻ അനിറ്റ് മറിയം സജി ആൻഡ് നോയൽ ജയച്ചാണ്ടി. ഇനി സീനിയേഴ്സ് പ്രസംഗം ഫസ്റ്റ് അഷിൻ ആദായി ഷിനു. സെക്കൻഡ് ആദസ്വി രാജു. സംഗീതം ഫസ്റ്റ് സ്നേഹ പി ഏലിയാസ്. ആളില്ല. ഐബാമെറിൻ ജയമോൻ സെക്കൻഡ്. വിളിക്കുമ്പോൾ ഉടനെ വരണ്ടേ? നീ എവിടെയായിരുന്നു? ഐബ. തങ്കവാക്യം ഫസ്റ്റ് ഐബാമെറിൻ ജയമോൻ. സെക്കൻഡ് ഷാരു മൗലവി സജി. വേദവാക്യം അഷിൻ ആദായി ഷിനു ഫസ്റ്റ്. സെക്കൻഡ് ഹന്ന സൂസൻ ബിനു. ആരാധനാഗീതം ഫസ്റ്റ് ഐബാമെറിൻ ജയമോൻ സ്നേഹ പി ഏലിയാസ് മിമി വർഗീസ്. സെക്കൻഡ് അഷിൻ ആദായി ഷിനു ആദസ്വി രാജു ആൻഡ് ലിൻസു സാറ സാബു. ആരാധനാഗീതം സുറിയാനി ഐബാമെറിൻ ജയമോൻ സ്നേഹ പി ഏലിയാസ് ആൻഡ് മിമി വർഗീസ്. സെക്കൻഡ് അഷിൻ ആദായി ഷിനു ആൻഡ് ആദസ്വി രാജു ലിൻസു സാറ സാബു. ക്വിസ് ഫസ്റ്റ് ഐബാമെറിൻ ജയമോൻ ആൻഡ് അഷിൻ ആദായി ഷിനു. സെക്കൻഡ് എമിൽ എം ബിനു ആൻഡ് എൽദോ കെ എബ്രഹാം. എമിൽ എം ബിനു ആൻഡ് എൽദോ കെ എബ്രഹാം. പ്ലസ് ടു പ്രസംഗം ആഷ്മി അച്ചു ഷിനു. എല്ലാവർക്കും കൊടുത്തു കിട്ടോ? എന്നാ ഇല്ല നിർത്തിയേക്കാം.
പരമാരാധ്യ സംസ്തുത്യ നിബിയ സ്നേഹം മാർവലിയ ഭാഷിച്ചവനെ പാവനനെ ജീവനെയും വിമലാത്മാവേ മംഗളമായി വീരണവിന്യാസ എന്നാൽ സ്തുതിയുടെ രാജമകൾ ഹാലേലുയ്യായോ ഹാലേലൂയ നിൻ വലഭാഗേ രാജഭാമിനിയോ നിന്നടകരജൻ ഹാലേലുയ്യായോ ഹാലേലൂയ നിന്നെ നമോർക്കായി ഭക്തർ പുകഴ്ച ഭാജനമേ Talmudun subhala bole brovel roho kadiso ദൈവസുതൻ ജനനീ കന്യക മറിയാമേ ലോയാർ മുഴുവനിലും പരിമളമേകുന്നു മുറിയോറാകെ മേലെ ലുവനാരേ Israel